നമസ്കാരം ഉദ്യോഗാർത്ഥികളെ. ആറ്റം അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു. പാർട്ട് 3യിലോട്ട് കടക്കുകയാണ്. അപ്പൊ പാർട്ട് 3 എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് SSCനെയും റെയിൽവേനെയൊക്കെ സംബന്ധിച്ച്. ബാങ്കുകാർക്ക് പൊതുവെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾമെന്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റും ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഏതാനും ചില ചോദ്യങ്ങൾ സിമ്പിളിന്റെ കോമ്പൗണ്ടിന്റെ ഇൻസ്റ്റാൾമെന്റ്സ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദി ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ദാറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് റുപ്പീസ് 12,900 ഡ്യൂ ഇൻ 4 years അറ്റ് റേറ്റ് 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിന്റെ ഒരു ചോദ്യവും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് ടേംസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഡെപ്റ്റ് എന്നും പറഞ്ഞൊരു ടേം കിടപ്പുണ്ട്. അപ്പൊ എന്താണ് ഡെപ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം അതിലോട്ട് കിടക്കാം. ഓക്കെ, ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് സാധാരണ ഈക്വൽ നിങ്ങൾ മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ EMI ഇട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ തുക എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷം തോറുമാണ് EMI ഇടുന്നെങ്കിൽ എല്ലാ വർഷം തോറും അടയ്ക്കുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റാൾമെന്റ്. ആ ഒരു അടവിന് പറയുന്ന പേരാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയാം. പക്ഷെ ഡെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മാസം തോറും ഇപ്പൊ 100 രൂപ ഇടാണെന്ന് വെക്കാം. 4 മാസം ഉണ്ട്, 4 മാസവും 100 രൂപ ഇടുകയാണ്. ഈ 4 മാസം കൊണ്ട് അടച്ചു തീർക്കേണ്ട ഒരു EMI ആണ്. പക്ഷെ ഈ ഒരു ലോൺ നിങ്ങൾ അടച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അടച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ എത്ര രൂപ അടച്ചാൽ ഇത് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഡെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കിക്കേ. ഇപ്പൊ ഒരു EMI ഞാൻ ഇടുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നത്, ഫസ്റ്റ് മന്ത് ഞാൻ 100 രൂപ അടയ്ക്കണം. ഇത് സെക്കൻഡ് മന്ത് അടയ്ക്കേണ്ട 100 രൂപ, ഇത് തേർഡ് മന്ത് അടയ്ക്കേണ്ട 100 രൂപ, ഇത് ലാസ്റ്റ് അടച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കേണ്ട 100 രൂപ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? EMI-കൾ ഒന്നും അടച്ചില്ല, ലാസ്റ്റ് ഫൈനൽ 4th ഇയറിൽ മാത്രമാണ് അടയ്ക്കുന്നത്. ഓക്കെ, 4th ഇയറിൽ തന്നെയാണ് ഈ സാധനം അടയ്ക്കുന്നത്, ഈ 100 രൂപ. അപ്പൊ ഈ 100 രൂപയ്ക്ക് മേലെ പലിശയൊന്നും കയറാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടയ്ക്കുന്ന ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ഓരോ ഇൻസ്റ്റാൾമെന്റും പ്രിൻസിപ്പിളിന് കുറയാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അടയ്ക്കുന്ന ഓരോ EMI എന്താണ്? പ്രിൻസിപ്പിളിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മൂന്നാമത്തെ വർഷം അടയ്ക്കേണ്ടിയിരുന്ന 100 രൂപ അടച്ചില്ല. ഓക്കെ, അടച്ചില്ലായിരുന്നെങ്കിൽ എന്ത് കയറും? പലിശ കയറും എന്ന് വെച്ചാൽ ഇവിടെ ഒരു വർഷമല്ലേ, ഒരു വർഷം ഡിലേ ആയിട്ട് അടക്കും. ഒരു വർഷത്തെ പലിശ കയറും. 100 രൂപയ്ക്ക് 5% പലിശ കയറും. അപ്പം ലാസ്റ്റ് അടയ്ക്കാൻ നേരത്തെ എന്താവും? 100 എന്നുള്ളത് 105 ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ സെക്കൻഡ് ഇയർ അടയ്ക്കേണ്ടിയിരുന്ന 100 രൂപ. ഓക്കെ, 2 വർഷം ഡിലേ ഇട്ടാണ് അടച്ചിരിക്കുന്നത്. ഈ വർഷം അടച്ചില്ല. അപ്പം 5%. ഓക്കെ, 100ന്റെ 5%. അപ്പൊ എത്ര രൂപ അടച്ചു കൊടുക്കേണ്ടി വരും? 110 അടച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മാസത്തിൽ അടക്കേണ്ടിയിരുന്ന തുക അടച്ചില്ല. അങ്ങനെയാണെങ്കിൽ 1, 2, 3 3 പ്രാവശ്യം പലിശ അടച്ചു കൊടുക്കണം. അതായത് 5, 10, 15. അപ്പം പലിശ എത്രയാവും? 115. ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഈ അടക്കേണ്ടി വരുന്ന തുകകളുടെ സമ്മിന് പറയുന്ന പേരാണ് എന്ത്? ഡെപ്റ്റ് എന്നുള്ളത്. ഇങ്ങനെ അടയ്ക്കുമ്പോൾ അപ്പൊ ആ ഡെപ്റ്റിന്റെ റിയൽ വാല്യൂ ആണ് എന്ത്? ഈ ഒരു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കേ, ഈ ഇൻസ്റ്റാൾമെന്റ് വരുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് ആണ്. ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എളുപ്പമാർഗത്തിന് ഇൻസ്റ്റാൾമെന്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ലെറ്റ് ഇൻസ്റ്റാൾമെന്റ് ബി 100. ഇൻസ്റ്റാൾമെന്റ് 100 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അപ്പൊ ആ 4 ഇൻസ്റ്റാൾമെന്റ് ഞാൻ എഴുതണം. 100, 100, 100, 100. ഓക്കെ, ഇനി ഡെപ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 100 അടച്ചില്ലെങ്കിൽ പലിശ ഒന്നും കയറാനില്ല, കാരണം 4th ഇയറിലെ. ഇത് തേർഡ് ഇയറിലെ. അപ്പം 5% പലിശ കയറും. ഇത് സെക്കൻഡ് ഇയറിൽ അടയ്ക്കേണ്ടത് 5% എന്ന് പറയുമ്പോൾ ടോട്ടൽ 10%. ഇത് അടച്ചില്ലെങ്കിലോ 15%. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മാണ് എന്ത്? ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെപ്റ്റ് എത്ര വരും ഇവിടെ? 10 ശിഷ്ട 1 3 4. ഓക്കെ, അപ്പൊ നമുക്ക് 430 എന്ത് കിട്ടി? ഡെപ്റ്റ് എന്ന് കിട്ടി. ഇത് പക്ഷെ റിയൽ വാല്യൂ അല്ല, നമ്മൾ 100 കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ ഡെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 430 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വാല്യൂ ആണ് എന്ത്?
12900 12900 നോക്കിക്കട മക്കളെ. ഇതിനെ ഇതാക്കണമെങ്കിൽ ഒരു 0 എക്സ്ട്രാ വേണം. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടറി ഒരു 0 എക്സ്ട്രാ ഉണ്ട്. 430നെ 1290 ആക്കണം. ഓക്കെ, 1290 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്ര കിട്ടും? 30. ഓക്കെ, അപ്പൊ നമുക്കുള്ള ചോദ്യത്തില് എന്താണ്? നമുക്കുള്ള ചോദ്യത്തിൽ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇൻസ്റ്റാൾമെന്റ് എത്ര. ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 100 അല്ലടാ, 100 അല്ല, 100 × 30. 100 × 30 എത്ര കിട്ടും? 3000 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ആൻസർ 3000 വരും കേട്ടോ. ഇവിടെ ഓരോ സീറോസ് ഇല്ലായിരുന്നു, ഓപ്ഷനിൽ ഓരോ സീറോസ് കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഓപ്ഷനിൽ വന്നിടുക. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ 3000 എന്ന് വരും. ഓപ്ഷൻ എ 3000. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, അവിടെ എന്ത് തന്നെയാണ്? ഇൻസ്റ്റാൾമെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആനുവൽ പേയ്മെന്റ് ഓഫ് വിച്ച് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ്. ഓക്കെ, അവിടുത്തെ ഡെപ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 848 ഡ്യൂ ഇൻ 4 ഇയേഴ്സ്. 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ്? 4 ഇൻസ്റ്റാൾമെന്റ് ആണ്. റേറ്റ് എത്രയാണ് അവിടുത്തെ? 4%. അപ്പം നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? എല്ലാ ഇൻസ്റ്റാൾമെന്റും 100 ആയിട്ട് എടുക്കുക. 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, അപ്പൊ 4 100 എടുത്തു. ഈ ലാസ്റ്റിലത്തെ എന്തായാലും ആ ഒരു ടൈമിൽ തന്നെയാണ് പലിശ കയറില്ല. ഒരു വർഷം മുന്നേ അടക്കേണ്ടിരുന്ന സാധനം അടച്ചില്ല, അപ്പൊ എത്ര കയറും? 4% പലിശ കയറും. ഈ 2 വർഷം മുന്നേ അടക്കേണ്ടിരുന്ന സാധനം അടച്ചില്ല, അപ്പം 8. ഓക്കെ, 4 4 8. ഈ ഫസ്റ്റ് വർഷം അടക്കേണ്ടതെന്ന് അടച്ചില്ല, ഒരു വർഷത്തെ പലിശ, 2 വർഷത്തെ പലിശ, 3 വർഷത്തെ പലിശ, അപ്പം എത്ര കിട്ടും? 112. അപ്പൊ എത്ര വരും നോക്കിക്കേ? 14 ശിഷ്ടം 1 2 4. ഓക്കെ, അപ്പൊ 424 എന്ന് കിട്ടും. എന്ത്? നമ്മുടെ റിയൽ അല്ല, ഇമാജിനറി. എന്ത്? ഇമാജിനറി ഡെപ്റ്റ്. 424 ആണ്? അല്ല, 848 ആണ്. അതായത് × 2. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എന്ത് കിട്ടും? 100 അല്ല, 100 × 2 എത്ര കിട്ടും? 200 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി 200 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഈ ഒരു ചോദ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇനി ക്രമേണ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെപ്പുകൾ കുറച്ച് വരണം. നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് എഴുതണം. അതിനെന്ത് ചെയ്യുക? സ്റ്റെപ്പുകൾ കുറച്ച്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യം സെയിം ടൈപ്പ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ നമുക്കൊന്ന് സ്റ്റെപ്പ് കുറച്ച് നോക്കാം. നമുക്കറിയാം ലാസ്റ്റ് 100ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 12% റേറ്റ്. അപ്പം ടോട്ടൽ എത്ര ടേംസ് കാണും? ഇവിടെ 4 ടേംസ്. അപ്പം 100 തുടങ്ങി 112, 124, 136. ഇതിന്റെ എല്ലാം കൂടെ സമ്മാണ് എന്ത്? ഡെപ്റ്റ്. 10 12 വരും. ശിഷ്ടം 1 3 6 7 4. ഓക്കെ, 472 എന്ന് പറയുന്നതാണ് ഡെപ്റ്റിന്റെ ഒരു ഇമാജിനറി വാല്യൂ. അതല്ല, 2360 ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് അറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്രയാണ്? × 5 ആണ്. കാരണം എന്താണ്? 472ന്റെ പകുതിയാണ് 236, പിന്നെ ഒരു 0 കൊണ്ടിട്ട്. അതെപ്പോഴാണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഇൻസ്റ്റാൾമെന്റ് എന്താണ്? 100 ആയിട്ട്. അപ്പൊ 100 എന്ന് പറയുന്ന റിയൽ വാല്യൂ എന്താവും? 500 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ്, ഈച്ച് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 500. ഓപ്ഷൻ ഡി 500. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. നാലാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ഡെപ്റ്റ് that will be discharged by 2 equal installments. Sorry, 5 equal installments. 5 equal installments ഉണ്ട്. ഓരോ ഇൻസ്റ്റാൾമെന്റും എത്രയും തന്നിട്ടുണ്ട്? 200 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് 200 വെച്ച് പോകാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ റിയൽ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 100 ആയിട്ട് എടുക്കാം. 100 ആയിട്ട് ഇപ്പൊ നമുക്ക് 200 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓരോ ഇൻസ്റ്റാൾമെന്റും 200 അല്ലേ? 5 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അപ്പൊ 5 200 എഴുതാം. 4 5. ഓക്കെ, അപ്പം ഇവിടെ അടച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 5% പലിശ. 200ന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര ആവും? 210 ആവൂടാ. 200ന് 5% 10 അല്ലേ? 210 ആവും. ഇതിനാണെങ്കിലോ 220, ഇതിനാണെങ്കിൽ 230, ഇതിന് 240. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? റിയൽ ആയിട്ടുള്ള ഡെപ്റ്റ്. നോക്കാം, റിയൽ ആയിട്ടുള്ള ഡെപ്റ്റ് 0 7 7 + 3 10. ഇഷ്ടം 2 4 6 8 10 11. നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആയ
1100 കിട്ടി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ റിയൽ വാല്യൂ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡെപ്റ്റ് എന്തായിരിക്കും? റിയൽ ആയിട്ടുള്ള ഡെപ്റ്റ് ആയിരിക്കും. അതേസമയം 100 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമാജിനറി ഡെപ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതിനെ പിന്നെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പം 200 എന്ന് പറയുന്നത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നമ്പർ ആയിട്ടാണ് സാർ എന്ത് ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത 5ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 5ാമത്തെ ചോദ്യം കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം. സച്ചിൻ ബോറോസ് ₹2500 ഫോർ 3 years. സച്ചിൻ എന്താണ് 2500 രൂപ 3 വർഷത്തേക്ക് കടം വാങ്ങിക്കുകയാണ്. ആൻഡ് ഡിസൈഡ്സ് ടു പേ ബാക്ക് ₹1000 ഇൻ ഇൻസ്റ്റാൾമെന്റ്. എന്നിട്ട് തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ്? 1000 വെച്ച് 3 വർഷമായിട്ട് അടച്ചു തീർക്കുകയാണ്. 1000 വെച്ച് 3 വർഷമായിട്ട് അടച്ചു തീർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ സച്ചിൻ പെർ ആനം. ഓക്കെ, സച്ചിൻ ഓരോ വർഷം അടയ്ക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ആണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് ചോദ്യത്തിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സച്ചിൻ മേടിക്കുന്നത് 2500 ആണ്. ഓക്കെ, മേടിക്കുന്നത് 2500 ആണ് 3 വർഷത്തേക്ക്, 3 ഇയേഴ്സിലേക്ക്. ഓക്കെ, പക്ഷെ സച്ചിൻ അടയ്ക്കുന്നത് നോക്കിക്കേടെ 1000 ഇൻറ്റു 3 വർഷം. അപ്പൊ 3000 അടയ്ക്കുന്നുണ്ട്. 3000 സച്ചിൻ എന്ത് ചെയ്യുന്നു? അടയ്ക്കുന്നു. 3000 സച്ചിൻ അടച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് 500 എന്ന് പറയുന്ന ഒരു പലിശ ഫോം ചെയ്തെടുക്കണം മക്കളെ. 500 എന്നുള്ള ഒരു പലിശ ഫോം ചെയ്തെടുക്കുകയാണ്. അപ്പൊ ആ പലിശ എങ്ങനെ ഫോം ചെയ്തു എന്ന് വെച്ചിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുക, എന്താണ് പലിശ വന്നു, ആ പലിശ എങ്ങനെ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് പലിശയായ 500 എങ്ങനെ ഫോം ചെയ്തെന്ന് അറിയണം. ഓക്കെ, 500 ആണ് പലിശ, അതെങ്ങനെ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, ഞാൻ പറഞ്ഞ വേറൊരു കീ കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഈ ഇൻസ്റ്റാൾമെന്റ്, ഓരോ വർഷം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻസിപ്പളി കുറച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വർഷം 2500 വാങ്ങിച്ചു, ഒന്നും അടച്ചിട്ടില്ല, ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഇയർ സച്ചിൻ ആരുടെ കയ്യിൽ നിന്നാണ്? ബാങ്കിൽ നിന്നാണ് വാങ്ങിച്ചെങ്കിൽ ബാങ്ക് 2500 എന്ത് ചെയ്യും? സച്ചിന്റെ നിന്ന് പലിശ വാങ്ങും. ഓക്കെ, അപ്പൊ 2500 റേറ്റ് 6 പറയാം, 6/100 രൂപ പലിശയായിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നോക്കിക്കേ, സച്ചിൻ ഒരു 1000 അടച്ചു. സച്ചിൻ ഒരു 1000 അടച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ സച്ചിന് 1500 മാത്രം പലിശ കൊടുത്താൽ മതി. ഓക്കെ, സെക്കൻഡ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1000 അടച്ചു. വീണ്ടും ഒരു 1000 അടച്ചു കഴിഞ്ഞാൽ പിന്നെ 500 മാത്രം പലിശ കൊടുത്താൽ മതി സച്ചിന്. ഓക്കെ, അടുത്ത തേർഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോൾ സച്ചിൻ അടച്ച് ക്ലോസ് ചെയ്യുക. അപ്പൊ പിന്നെ പലിശയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് എന്ത് സച്ചിന്റെ ഒരു പലിശ ഫോം ചെയ്തു വരുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ഈ പൂജ്യങ്ങളെല്ലാം വെട്ടിക്കളയാം. ഇവിടുത്തെ 2 0 വെട്ടി, ഇവിടുത്തെ 2 0 വെട്ടി, ഇവിടുത്തെ 2 0 വെട്ടി. ഓക്കെ, അങ്ങനെ കൂട്ടി നോക്കുമ്പോ 40, നോക്കിക്കേ, 25 15 40 45 45 R ഈക്വൽ ടു എത്രന്ന് കിട്ടി? 500 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് വെട്ടാം. 100 ഇവിടെ 9. അപ്പൊ R എത്ര കിട്ടും? 100/9. 100/9%. 100/9%. ഓപ്ഷൻ സി ആണെന്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് പലിശ എങ്ങനെ ഫോം ചെയ്തു, പലിശ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ആറാമത്തെ ചോദ്യം. സെയിം ടൈപ്പ് ചോദ്യം, സെയിം കൺസെപ്റ്റ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം. ഓക്കെ, കിഷോർ പർച്ചേസസ് എ ട്രാക്ക് സ്യൂട്ട് ഫോർ ₹2400 or ₹1000 ക്യാഷ് ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ചുകൂടെ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ നോക്കിക്കേ, ക്യാഷ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്യാഷ് ഡൗൺ പേയ്മെന്റ് ആൻഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് ₹800 ഈച്ച്. 800 ആണെന്ത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്, അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ചോദ്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യും. കിഷോർ ഒരു ട്രാക്ക് സ്യൂട്ട് വാങ്ങാൻ പോവാണ്. ഒന്നുകിൽ കിഷോറിന് എന്ത് ചെയ്യാം, 2400 രൂപ കൊടുത്ത് ആ ക്യാഷ് ട്രാക്ക് സ്യൂട്ടിങ് മേടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ 1000 ആദ്യമേ അടയ്ക്കണം. 1000 ക്യാഷ് ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ചാൽ ആദ്യമേ എന്ത് ചെയ്യുന്നു, 1000 അടയ്ക്കുന്നു. അപ്പൊ ആദ്യത്തെ വർഷത്തിന് 2400 പലിശ വരൂ? ഇല്ല, 1400 മാത്രമേ പലിശ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര രൂപ പലിശ കിട്ടി എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. 2400 ആയിരുന്നു അടയ്ക്കേണ്ടിയിരുന്നത്. പകരം ഈ EMI പോലത്തെ സ്കീം ഇടാണെങ്കിൽ എന്താണ്, കിഷോർ ആദ്യമേ ഒരു 1000 അടയ്ക്കും, പിന്നെ 2800, അപ്പൊ 1600 അടയ്ക്കും. അപ്പം എക്സ്ട്രാ ആയിട്ട് എത്ര വരുന്നു? 200 രൂപ വരുന്നു. അപ്പൊ ആ 200 രൂപയാണെന്ത് പലിശ. 200 രൂപയാണെന്ത് പലിശ. അപ്പൊ 200 രൂപ എങ്ങനെ ഫോം ചെയ്യുന്നു നോക്കാം. നോക്കിക്കേ, ആദ്യമേ തന്നെ ആ ഒരു EMI ഇടുന്നതിന് മുന്നേ തന്നെ 1000 അങ്ങ് കിഷോർ അടയ്ക്കാം. അപ്പൊ 1400 മാത്രമേ എന്ത് വരുള്ളൂ, ആദ്യത്തെ വർഷം പലിശ വരുള്ളൂ. അപ്പൊ 1400 × R/100. ആദ്യത്തെ വർഷം കഴിഞ്ഞു,
കിഷോർ 800 അടച്ചു. ബാക്കി എത്രയുണ്ട്? 600 രൂപ. അപ്പൊ രണ്ടാമത്തെ വർഷം 600 രൂപയ്ക്ക് മാത്രമേ എന്ത് വരുള്ളൂ? പലിശ വരൂ. അപ്പൊ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ വർഷം കൊണ്ട് അടച്ചു തീർക്കും. പിന്നെ മൂന്നാമത്തെ വർഷം ഒന്നും ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? പലിശ ചെയ്യാനുള്ള രീതി. ഓക്കെ, അപ്പം പലിശ ഇങ്ങനെയാണ് ഫോം ചെയ്തത്. അപ്പൊ 2 0 വെട്ടി, ഇവിടെ 2 0 വെട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20R ഈക്വൽ ടു 200 എന്ന് കിട്ടി. അവിടെ നിന്ന് R എത്ര എന്ന് കിട്ടും? 10%. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കിയപ്പം ഓപ്ഷനിൽ ഇല്ല എന്ന് പറഞ്ഞ് നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഒറ്റയടിക്ക് നൺ ഓഫ് ദീസ് കുത്തും. തെറ്റ്. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഇത് ഇയർലി ഉള്ള റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന റേറ്റ് എന്താണ്? മന്ത്ലി റേറ്റ് ആണ് മക്കളെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ശ്രദ്ധിക്കണം. ഇത് മന്ത്ലി റേറ്റ് ആണ്. അപ്പൊ ഇയർലി റേറ്റ് കിട്ടണമെങ്കിൽ ഒരു മാസത്തേക്ക് 10%, അങ്ങനെയാണെങ്കിൽ 12 മാസത്തേക്ക് 120%. അപ്പൊ റേറ്റ് എത്ര വരും? 120%. ഓക്കെ, ഇപ്പം പലപ്പോഴും നമ്മൾ ബാങ്കുകളൊക്കെ EMI ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കൂല. അവര് പറയുന്ന റേറ്റുകൾ ഈ തുച്ഛമായ 8% എന്നൊക്കെ പറയും. ആ 8% എന്ന് പറയുന്നത് എന്താണ്? മന്ത്ലി റേറ്റ് ആണ്. മന്ത്ലി റേറ്റ് ഇട്ടൊന്ന് 8x12 കൂട്ടുമ്പോൾ നോക്കി 96% പലിശ അങ്ങ് കയറിപ്പോവും. ഓക്കെ, അപ്പൊ അതാണ് ഈ EMIയുടെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കബളിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി EMI ഇട്ടൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, 7ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. എ മിക്സർ ഗ്രൈൻഡർ ഈസ് പ്രൈസ്ഡ് അറ്റ് ₹1000 ക്യാഷ്. ഓക്കെ, മിക്സർ ഗ്രൈൻഡറിന് 1000 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓക്കെ, മിക്സർ ഗ്രൈൻഡർ മിക്സി വാങ്ങാൻ പോകണം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 250 ക്യാഷ് ഡൗൺ അയച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് 200 ഈച്ച്. കണ്ടുപിടിക്കേണ്ട എന്താണ്? സെയിം ടൈപ്പ് ചോദ്യം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പൊ എത്ര പലിശ കിട്ടും നോക്കാം. 1000-ന് പകരം എന്തൊക്കെ അടയ്ക്കുന്നു? ആദ്യമേ 250, പിന്നെ 4 പ്രാവശ്യം 200 വെച്ച്, അപ്പൊ 800. അപ്പോൾ ടോട്ടൽ ഒരു 50 രൂപ എക്സ്ട്രാ ആയിട്ട് വരും. ആ 50 രൂപയാണെന്ത്? പലിശ. ഓക്കെ, ആദ്യമേ 250 അടയ്ക്കുന്നുണ്ട്. 1000-ന് പലിശ ഇല്ല. ആദ്യത്തെ വർഷം 750 രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ത്? പലിശ. 750 ഇൻറ്റു R/100 പ്ലസ് 200 അടച്ചു. 550 ഇൻറ്റു R/100. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പം സെക്കൻഡ് ഇയർ വീണ്ടും 200 കുറയും അല്ലെ? അപ്പം 350 ഇൻറ്റു R/100. ഒരടവടച്ചു, രണ്ടടവടച്ചു, മൂന്നാമത്തെ അടവ് R/100. 4ാമത്തെ പ്രാവശ്യം എല്ലാം കൂടെ അടച്ചു കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് എന്ത്? പലിശ വരുന്നത്. വെട്ടാം. 0 0 വെട്ടി, ഇവിടെയും 0 0 വെട്ടി, 0 0 വെട്ടി, 0 0. 75 15 90, 55 35 90. അപ്പൊ 90 90 180 R/10 എന്ന് വരും. ഈ 0 വെട്ടി ഈക്വൽ ടു 50. ഒന്നുകൂടെ വെട്ടി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 9, ഇവിടെ 25. അപ്പൊ റേറ്റ് എത്രാന്ന് കിട്ടി? R ഈക്വൽ ടു 25/9. ഇതും എന്താണ്? മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇയർലി ആക്കാൻ വേണ്ടി ഇൻറ്റു 12 ചെയ്യാം. ഇൻറ്റു 12 ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 3, 100/3. 100/3 എന്ന് വെച്ചാൽ എന്താണ്? 33.33 അല്ലെങ്കിൽ 33/1/3. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 33.33%. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റിന്റെ കണക്കുകൾ കുറെ ചെയ്തു. ഇനി എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെന്റിന്റെ കണക്ക്. ഓക്കെ, ഇതിലും എന്താണ്? ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ലോജിക് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താണ്? ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചു വെച്ചേക്ക്. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം വലുതായിട്ട് ചോദിക്കുന്ന ടൈപ്പ് അല്ല. നിങ്ങൾക്ക് കറക്റ്റ് ചോദിക്കുന്നെങ്കിൽ സിമ്പിളിലായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ്സ് പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡാണ് സാർ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് എന്തൊക്കെ വേണം എന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ മാൻ ബോറോസ് ₹2100 and undertakes to pay back with compound interest at the rate of 10%. റേറ്റ് 10% ആണെന്നറിയാം. 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിലാണ് അടയ്ക്കുന്നതെന്നും അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ. നമുക്ക് 2 റേഷ്യോസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഫോം ചെയ്യണം. 2 ഫ്രാക്ഷൻസ് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എത്രയാണ്? 10% ആണ്. 10% 1/10 ആണ്. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ 2 ഫ്രാക്ഷൻസ് വേണമെന്ന്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഫ്രാക്ഷൻ എന്താണ്? 10 11 ആയി. അപ്പൊ എങ്ങനെ എഴുതും? 11/10 ആദ്യത്തെ ഫ്രാക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ഫ്രാക്ഷൻ
രണ്ടാമത്തെ ഫ്രാക്ഷൻ ഇപ്പൊ റേറ്റ് 20%, അതിന് മുന്നേ നോക്കിക്കുക റേറ്റ് 20% വെച്ചാൽ 1/5 ആണ്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ഫ്രാക്ഷൻ എന്ത് വരും? 6/5. 5ന്ന് 1 കൂടി 6/5. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ ഫ്രാക്ഷൻ കിട്ടി. രണ്ടാമത് നോക്കിക്കേ, രണ്ടാമത് നമുക്കൊരു റേഷ്യോ എഴുതണം. ഓക്കെ, ആ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, ഇവിടെ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ആ ഒരു റേഷ്യോയില് 2 ടേംസ് കാണും. ഇനി 3 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ആ ഒരു റേഷ്യോയില് 3 ടേംസ് കാണും. അതിൽ നിന്നാണ് നമ്മളൊരു ഫ്രാക്ഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, ഇവിടെ 11/10 അല്ലേ, അപ്പൊ റേഷ്യോ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:10/11 വരും. ഓക്കെ, ഇതിപ്പോ 2 വർഷമായിട്ടാണ് 2 ടേം വന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ 3 വർഷം എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ, 1:10/11:10²/11². ഇനി 4 വർഷമാണെങ്കിൽ 4 ഇയേഴ്സ് ആണെങ്കിൽ 1:10/11:10²/11² എന്ന് വന്നേനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? 1:10/11. അപ്പൊ അതെങ്ങനെ വരും? 11:10 എന്ന് വരും. 11:10/11. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ കിട്ടും. ആ ഒരു ഫ്രാക്ഷൻ ആണ് ഫസ്റ്റ് ടേം 11 ഇതിന്റെ സമ്മ എത്ര കിട്ടും? 20. ഓക്കെ, അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്, ഡെപ്റ്റ് ആണെങ്കിൽ ഡെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസ്റ്റാൾമെന്റ് ആണ്. ഇക്വേഷൻ ഇതാണ്. ഡെപ്റ്റ് ഇൻറ്റു ഫ്രാക്ഷൻ 1 ഇൻറ്റു ഫ്രാക്ഷൻ 2 ഈക്വൽ ടു ഇൻസ്റ്റാൾമെന്റ്. ഡെപ്റ്റ് ഇൻറ്റു ഫ്രാക്ഷൻ 1 ഇൻറ്റു ഫ്രാക്ഷൻ 2 ഈക്വൽ ടു ഇൻസ്റ്റാൾമെന്റ്. സാറ് സ്ക്രീൻ ഒന്ന് മായ്ക്കുകയാണ്, നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഡെപ്റ്റ് ഇൻറ്റു ഫ്രാക്ഷൻ 1 ഇൻറ്റു ഫ്രാക്ഷൻ 2 ഈക്വൽ ടു ഇൻസ്റ്റാൾമെന്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഡെപ്റ്റ് എത്രയാണെന്ന് അറിയാം? 2200 ആണെന്നറിയാം. നമ്മുടെ ഫ്രാക്ഷൻ 1 എന്ന് പറയുന്നത് 11/10 ആണ്. ഫ്രാക്ഷൻ 2 എന്ന് പറയുന്നത് എത്രയാണ്? 11/21 ആണ്. അപ്പൊ അത് രണ്ടും ഇട്ട് കൊടുക്കുക. ഫ്രാക്ഷൻ 1 11/10, മറ്റത് 11/21. ഇതെന്ന് പറയുന്നതാണ് എന്ത്? ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എത്ര കിട്ടും? ഈ 0 വെട്ടി, ഇത് 2 വെട്ടി കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? 1210. അപ്പൊ ആൻസർ എത്രയാണ്? ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? ഓപ്ഷൻ ഡി 121. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 9ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. എ മാൻ ബോറോസ് ₹1820 and undertakes to pay back with compound interest at the rate of 20% per annum. ഇവിടെ റേറ്റ് എത്രയാണ്? 20%. 20% 5/6, 20% 1/5 ആണ്. 1/5 ആണ്. ആദ്യത്തെ ഫ്രാക്ഷൻ എന്ത് വരും? F1 എന്ത് കിട്ടും? 6/5. F1 6/5. എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ് മക്കളെ? 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. അപ്പം റേഷ്യോയിൽ എന്ത് കാണും? 3 ടേം കാണും. ആ റേഷ്യോ ഞാൻ എഴുതാൻ പോവാണ്. റേഷ്യോ എന്ത് വരും? 1:5/6 5/6²/6², 25/36. അപ്പൊ റേഷ്യോ എങ്ങനെ മാറും? LCM 36 ആണ്. അപ്പൊ 36:30:25. അപ്പം F2 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം, റേഷ്യോയിലെ ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ റേഷ്യോന്റെ ടേംസിന്റെ സം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 91 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയാം? ഇവിടെ ബോറോ ചെയ്ത മണി എന്താണ്? 1820. അതെന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് ഇൻറ്റു 1820 ഇൻറ്റു 6/5 ഇൻറ്റു 36/91 ആണെന്ത്? ഇൻസ്റ്റാൾമെന്റ്. നോക്കിക്കേ, ഈ 91ന്റെ ഇരട്ടിയാണ് 182. വെട്ടാം 2, ഒരു 0. ഇവിടെയും വെട്ടാം 4. അപ്പൊ എന്ത് കിട്ടും? 36 ഇൻറ്റു 24 എന്ന് കിട്ടും. 36 ഇൻറ്റു 24 ചെയ്യുമ്പം 24, 2, 12, 12, 24, 26, 2, 6, 8. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 864. ഓപ്ഷൻ ഡി 864. 10th ചോദ്യത്തിലോട്ട് കിടക്കാം. 10th ചോദ്യം ഇവിടെ എന്ത് തന്നെയാണ്? സെയിം ടൈപ്പ് ചോദ്യം തന്നെയാണ്. എ സം ഓഫ് 4620 is to be laid at 2 equal installment. ഓക്കെ, 2 ഈക്വൽ. അപ്പൊ അവിടുത്തെ ഡെപ്റ്റ് എന്താണ്? 4620 ആണ്. റേറ്റ് 10%. 10% 1/10. അപ്പൊ 11/10 ആവുന്നത് F1. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി എന്താണ്? 1/10 വെച്ചാൽ 1:10/11. അപ്പൊ 11 ഫസ്റ്റ് ടേം ബൈ 21. തീർന്നു. ഇത് ചെയ്താൽ മതി. 0, 0. 21 ഇട്ട് വെട്ടാണെങ്കിൽ 2 തവണ പോവും, വീണ്ടും 2 തവണ. ഓക്കെ, അപ്പൊ 22. അപ്പം നോക്കിക്കേ, 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 2.
ഇവിടെ ഒരു 11 കിടപ്പുണ്ട്. അപ്പൊ 11 ക്യൂബ് എന്ന് വെച്ചാൽ 1331 ഇൻറ്റു 2 2662. ആൻസർ എത്രയാണ്? 2662. ഓപ്ഷൻ നമ്പർ എ. ഓപ്ഷൻ എ. ഓക്കെ. അപ്പം ഇങ്ങനെ കാൽക്കുലേഷൻ ഒക്കെ സ്പീഡായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും, മിന്നൽ വേഗത്തിൽ. വലിയ പാടൊന്നുമില്ല. ഓക്കെ. 11th ചോദ്യം, 2 ചോദ്യം കൂടെ ഉള്ളൂ. 11th ചോദ്യം നോക്കാം. മാൻ ബോറോഡ് എ സം ഓഫ് മണി ആൻഡ് റിട്ടേൺ ഇറ്റ് 2 ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട് 3025. റേറ്റ് 10% ആണ്. 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ഡെപ്റ്റ് ഇൻറ്റു 10% വെച്ചാൽ 11/10 ഇൻറ്റു ഇവിടെ എന്ത് വരും? 11/21 വരും. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. ഓക്കെ, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 തവണ 82, 7 തവണ 5. ഇത് 25 ഇൻറ്റു 11 ആണ്. അപ്പൊ 25. അപ്പൊ ഡെപ്റ്റ് എത്ര കിട്ടും? 250 ഇൻറ്റു 21. ഇത് നോക്കിക്കേ, 25 ഇൻറ്റു 21. 5, 2, 10, 12, ശിഷ്ടം. നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 5250. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. A loan is to repaid in 2 equal yearly installment if the rate is 10%. ഇവിടെ എന്ത് തന്നെയാണ്? 10% ആണ്. ടു ഈക്വൽ ഇയർ ആണ്. ഓക്കെ, അപ്പൊ ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ഇത്രയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് 6897, റേറ്റ് 10%. അപ്പൊ ഇവിടുത്തെ 11/10 വരും, ഇവിടെ 11/21 വരും. റേറ്റ് ഒക്കെ 10% തന്നെ ആയതുകൊണ്ടാണ് സാർ എഴുതി പോകുന്നത്. ചോദ്യങ്ങൾ അങ്ങനെ വന്നുപോയി. ഓക്കെ, റേറ്റ് വ്യത്യാസമാണെങ്കിൽ നിങ്ങൾ വ്യത്യാസപ്പെടുത്തി എടുക്കണം. അപ്പം ഡി ഇൻറ്റു ഫസ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫ്രാക്ഷൻ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ സ്റ്റെപ്പ് കുറച്ചാ പറഞ്ഞത്. ഓക്കെ ഓക്കെ 11 കൊണ്ട് വെട്ടാം. 6 തവണ 29, 29 2 തവണ അപ്പൊ 7 വരും. 7 5 7 57. ഓക്കെ, അപ്പൊ ഡിയുടെ ഉത്തരം എത്ര കിട്ടും? 57 ഇൻറ്റു 21 ഇൻറ്റു 10. 57 ഇൻറ്റു 21 7, 5 14, 5 14 19, 10 11. നമ്മുടെ ആൻസർ 11,970. 11,970. നോക്കാം. ഓപ്ഷനിൽ എന്തോ എറർ വന്നെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും തെറ്റിയോ? 6 2 57. ഓപ്ഷനിൽ എറർ ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണെന്ത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷനിൽ വന്ന എറർ ആണ്. ഓക്കെ, അത് നോക്കണ്ട നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പം നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചു, കോമ്പൗണ്ട് ടെസ്റ്റ് പഠിച്ചു, ഒരുവിധം ടോപ്പിക്സ് എല്ലാം കവേർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലെ കോമ്പൗണ്ട് ടെസ്റ്റിലെ ചോദ്യങ്ങളെല്ലാം തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സാറ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പിനാക്കിളിന്റെ ടെക്സ്റ്റോ ഏതെങ്കിലും ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് തകർത്ത് വെച്ച് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.